ഞാൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. പക്ഷെ തൃശ്ശൂരിൻ്റെ മകളാണ് അതിജീവിത. അതുകൊണ്ട് തന്നെ തൃശ്ശൂർക്കാരോട് ഞാൻ അനുഭവിച്ച ചില കാര്യങ്ങൾ കടന്നു പോകാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചാണ് ഞാൻ ഇന്ന് ആശയോട് ഞാൻ ആദ്യം പറഞ്ഞു വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാ. 2022 അതിക്ക് മുന്നേ 2017 തന്നെ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ചാനലുകളിൽ പോയി സംസാരിച്ച ഒരാൾ ഞാനാണ്. പക്ഷെ അത് ഞാൻ ചാനലുകളിൽ മാത്രമായി, ഇപ്പൊ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളെ ചാനലുകാരൊക്കെ വിളിച്ചുകൊണ്ട് പോലും അങ്ങനെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. 19-ാം തീയതി ഈ നടനടക്കം മഞ്ജു വാര്യരടക്കം സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. അത് കാരണം അതെല്ലാവരെയും വിളിച്ചൊരു പരിപാടിയായിരുന്നു. നമ്മൾക്ക് സംസാരിക്കാനൊന്നും അവസരമില്ല. ആ വേദിയിൽ എല്ലാ നടന്മാരും മഞ്ജു വാര്യരടക്കം, മഞ്ജു വാര്യർ മാത്രമേ നടി എന്ന നിലയിൽ ആ നിലയിൽ സംസാരിക്കാൻ വിളിച്ചപ്പോൾ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ആ കുട്ടി വന്ന് സംസാരിച്ചത്. ആ വാക്കുകൾ, ഈ നടന്റെ വാക്കുകളിലേക്ക് പോയാൽ അയാൾ പറഞ്ഞത് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിക്കും നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിക്കും ഈ ഗതി വരരുതെന്നാണ്. അല്ലേ? നിങ്ങളിപ്പോ ഈ കൂടിയിരിക്കുന്ന എല്ലാവരും പറയുന്നതും അത് തന്നെയാണ്. വ്യക്തിപരമായി ഈ പറഞ്ഞ നടനുമായി യാതൊരു ബന്ധവും എനിക്കില്ല. ഞാൻ ആളെ കോടതിയിൽ ഒരേ ഒരു ദിവസം അയാൾക്ക് വരാതിരിക്കാൻ പറ്റാത്ത ഒരു ദിവസം മാത്രമാണ് ഞാൻ ആളെ കണ്ടിട്ടുള്ളത്. 2022 ഞാനും ഇപ്പൊ നേരത്തെ സംസാരിച്ച ജയനും രാജേഷും കൂടി ഞങ്ങളുടെ അവിടെ ഒരു വാർത്ത വന്നു. ഞങ്ങളുടെ മാതൃഭൂമി പത്രത്തിൽ അവിടെ ഒരു വാർത്ത വന്നു. കോടതിയുടെ ചെസ്റ്റിലിരുന്ന മെമ്മറി കാർഡ് ടാമ്പർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാർത്ത. അതെന്നെ ഭയങ്കരമായി സ്ട്രൈക്ക് ചെയ്തു. ഞങ്ങൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇത്തരം ഒരു സെക്ഷൽ വീഡിയോ അവിടെ നിന്ന് ടാമ്പർ ചെയ്യപ്പെടുകയോ കാണാൻ പാടില്ലാത്തവർ കാണുകയോ അതിനെക്കുറിച്ചൊരു വാർത്ത വരികയോ ഒക്കെ ചെയ്യുന്നത്. ഞങ്ങളൊരു പ്രതിഷേധ പരിപാടി നടത്തി. പിന്നീട് അങ്ങോട്ടുള്ളൊരു യാത്ര ഇതിനു വേണ്ടി മാത്രമായിരുന്നു. അതിൻ്റെ സത്യങ്ങൾ തേടിയുള്ള ഒരു യാത്രയായിരുന്നു. എന്നെ സംബന്ധിച്ച് അത് ഒട്ടും ഈസി ആയിരുന്നില്ല. ജയനും രാജേഷും എന്നോടൊപ്പം ഉറച്ചുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ 4 പേരായിരുന്നു അന്നുണ്ടായത്. ഇന്നിപ്പോൾ ഈ സമിതിയുടെ കൺവീനറോ സെക്രട്ടറിയോ എന്താണെങ്കിലും ഇതിന് സ്വാഗതം പറഞ്ഞ ആശാ ഉണ്ട്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളുണ്ട്. ആ ജീവിത സാഹചര്യങ്ങളുമായി ഒരു കേസിൽ ഇതുപോലുള്ളൊരു ട്രയലിൽ, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ട്രയലിൽ നിൽക്കാൻ ആർക്കും കഴിയില്ല. ജയൻ അതിൻ്റെ ഇടയിൽ ഒരു സിനിമ പോലും സംവിധാനം ചെയ്തു. ബാംഗ്ലൂരാണ് ജയൻ താമസിക്കുന്നത്. രാജേഷിനെ ഒരു ഘട്ടത്തിൽ വണ്ടി ഇടിച്ച് കൊല ചെയ്യാൻ ശ്രമിച്ചു. എന്തുകൊണ്ട്? എനിക്ക് കുറെ കത്തുകൾ, ഭീഷണി കത്തുകളല്ലാതെ എന്നെ തൊടാനോ എന്നെ ഭീഷണിപ്പെടുത്താനോ ആരും വന്നില്ല. ഇന്നിപ്പോ ഒരു കത്ത് അവിടെ വന്നിട്ടുണ്ട്. കത്തുകൾ വന്നത് ഞാനൊക്കെ പോലീസുകാരെ ഏൽപ്പിച്ചു. പിന്നെ ഈ കത്തുകളെ നമ്മൾ മൈൻഡ് ചെയ്യാതായി. ഞാനൊന്നും അങ്ങനെ കത്തുകൾ കിട്ടിയാൽ തിരിഞ്ഞു നടക്കുന്ന ആളുകളല്ല എന്ന അറിവില്ലാത്തവരാണ് ആ കത്തുകൾ എഴുതുന്നത് എനിക്ക് തോന്നി. അങ്ങനെയുള്ള കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയും ഇപ്പൊ വെടിവെച്ചാലും നിവർന്നു നിൽക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകുന്ന ചില ആളുകളാണ്. അവർക്ക് എന്തില്ല, ഇതുപോലുള്ള ഭീഷണികളൊന്നും ഏൽക്കില്ല. ഞാൻ അതിനേക്കാൾ ദുർഘടമാണ്. നമുക്കൊരു വെടിവെക്കാൻ പോകാനായിട്ട് ഒരു തോക്കുണ്ടെങ്കിൽ ഒരു വെടിവെച്ച് കൊല്ലാം. നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ക്ഷമ, എന്നെപ്പോലൊരാൾക്ക് ഈ ക്ഷമ എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കും.
ഒട്ടും ക്ഷമയില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന KR വിജയൻ ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. KR വിജയൻ ചിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവളിങ്ങനെ കേരളവർമ്മ ക്യാമ്പസുകളിലൂടെ കടന്നു പോയി തീരെ ക്ഷമയില്ലാത്ത എന്റെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ട വ്യക്തികളിൽ ഒരാളാണ്. പിന്നീട് നമ്മുടെ അനുഭവമുണ്ട്. ഞാൻ എത്രയോ കേസുകൾ ചെയ്തു. ഒന്നും ഇപ്പൊ പറവൂർ കേസ് ചെയ്ത്, കിളിരൂർ കേസ് ചെയ്ത്, ജിഷ കേസ് ചെയ്ത്, അങ്ങനെ എല്ലാ കേസുകൾ ചെയ്യുമ്പോഴും നമ്മളിത് അവരിൽ നിന്ന് പ്രതിഫലം വാങ്ങിച്ച് ചെയ്യാനോ കിട്ടാനോ ആഗ്രഹിക്കുന്നവരല്ല. അവരെന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന് പോലും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല. ഞാൻ എന്റെ ജോലി ഇന്നലെ മരിച്ചുപോയ നമ്മുടെ ശ്രീനിവാസന്റെ ഒരു സിനിമയുണ്ട് അല്ലേ, പാസഞ്ചർ എന്നല്ലേ പേര്. അതില് നമ്മുടെ ഇദ്ദേഹം തന്നെയാണ് നായകനും. ആ ശ്രീനിവാസന്റെ ക്യാരക്ടർ ആവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇപ്പോ അങ്ങനെ ആരും അംഗീകരിച്ചില്ല എന്ന് കരുതി ഞാൻ ചെയ്യേണ്ട എൻ്റെ ജോലി അത് ഞാൻ ചെയ്യുന്നത് ആരും ഇല്ലാതാകുന്ന സന്ദർഭങ്ങളിലാണ്. ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോ, ഇപ്പൊ ഈ ഇഷ്യൂ ഉണ്ടാവുമ്പോ തന്നെ ഉണ്ടായിപ്പോ തന്നെ ആദ്യഘട്ടത്തിൽ എന്തോരം ആളുകൾ ഉണ്ടായി. പിന്നീട് കേസങ്ങട് മുന്നോട്ട് പോയപ്പോ ആരുമില്ലാതായി. ആ ഘട്ടത്തിൽ അങ്ങേറ്റം വേദനയോടുകൂടി ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ മെമ്മറി കാർഡിന്റെ കേസ് ഞാൻ ഹൈക്കോടതിയിൽ കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഞാൻ പൊതുപ്രവർത്തകയാണ്, ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പഴയ ഇടതുപക്ഷം അല്ലട്ട KR വിജയൻ ഞാനിപ്പോ. അപ്പോ അങ്ങനെ നിൽക്കുമ്പോ ഞങ്ങളുടെ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ PT തോമസിന്റെ മണ്ഡലത്തിൽ. ഈ സമയത്താണ് ഈ വിഷയമല്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈം തീർന്നു പോവുകയാണ്. കാരണം അന്വേഷണത്തിന് വെച്ചിരിക്കുന്ന ടൈം പീരീഡ് തീർന്നു പോവുകയാണ്. ഈ തീർന്നു പോകുന്ന സമയത്തിനുള്ളിൽ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ ലീഗലി നമ്മൾക്ക് പിന്നെ മുന്നോട്ട് പോകാം. ഈ ചാർജ് ഫയൽ ചെയ്തിട്ട് ഞാനല്ല, ആശയല്ല, വിജയല്ല, ആര് വിചാരിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് ആ മെമ്മറി കാർഡിന്റെ പ്രാധാന്യം എന്ന് നിങ്ങൾ അറിയണം. ചില ആളുകൾ വളരെ തെറ്റല്ല. ഈ ജഡ്ജ്മെന്റിനെ വിശദീകരിക്കുന്ന ആളുകളുണ്ടല്ല, അനുകൂലമായി വിശദീകരിക്കുന്ന ആളുകൾ, അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ ആനയെ കാണുന്ന പോലെ വിശദീകരിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് ഇതിന്റെ നിയമത്തിന്റെ ഒരു കാര്യവും അറിയാൻ പാടില്ല. യഥാർത്ഥത്തിൽ ജഡ്ജ് എഴുതി വെച്ചിരിക്കുന്നത് വായിക്കുകയുമാണ് ചെയ്യുന്നത്. എതിർകക്ഷിയായിട്ടുള്ള ഈ ജഡ്ജ്മെന്റിന്റെ പോരായ്മകൾ ഉണ്ട് എന്ന് പറയുന്ന എന്നെ പോലൊരാൾക്ക് വന്നു നിന്ന് എവിടെയെങ്കിലും പറയാനായിട്ടുള്ള നിയമപരമായിട്ടുള്ള അവകാശമില്ല. അതാണല്ലോ ജഡ്ജ്മെന്റ് പുറത്തു വിട്ടതിന് ശേഷം ജഡ്ജി പറയുന്നത്. എന്നെ കുറിച്ചോ എന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ചോളൂ, പക്ഷെ ജഡ്ജ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ KR വിജയ അങ്ങനെ എന്തിനാണ് ഒരു ജഡ്ജി പറയണം? നാട്ടിൽ എങ്ങനെ ജഡ്ജിമാരുണ്ടാകുന്നു, എങ്ങനെ നിയമം ഉണ്ടാകും? ഈ രാജ്യത്തിന്റെ പ്രാധാന്യം എന്താണ്? നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോ നമ്മളിന്ന് അറിയാത്ത എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവാം, മരിച്ചിട്ടുണ്ടാവാം, അല്ലെ? ചിലർക്കൊന്നും അറിയില്ല. ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞതിന് ശേഷം നിയമം എന്താണെന്ന് അറിയാവുന്ന ആളുകൾ ആ ലിമിറ്റിൽ നിന്നേ സംസാരിക്കൂ. എന്തിനാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കണ്ടന്റ് എടുക്കുന്നുള്ള ഒരു ഭീഷണി പറയേണ്ട കാര്യം എന്തായിരുന്നു എന്ന് ഈ തൃശ്ശൂരിൽ തന്നെ തൃശ്ശൂർക്കാരിയായിട്ടുള്ള ഞങ്ങളുടെ ജഡ്ജി പറയണം. ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഒരു കേസ് ജില്ലാ കോടതിയിൽ തോൽക്കുന്നു, മുൻസിഫ് കോടതിയിൽ തോൽക്കുന്നു, ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നു, ജില്ലാ കോടതിയിൽ അപ്പീൽ പോകുന്നു. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ റുട്ടീനായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ കേസിലും എല്ലാവരും ജയിക്കില്ല, എല്ലാ കേസിലും ഒരാളെ ജയിക്കൂ, അല്ലെ? തോൽക്കുന്ന ആൾക്ക് അപ്പീൽ പോകാനും അവരുടെ കേസ് പറയാനും ഉള്ള വഴികൾ നിയമത്തിലുണ്ട്. അതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും പ്രത്യേകതയും. നിങ്ങൾക്ക് സൂര്യനെല്ലി കേസ് അറിയാമോ? അതിന്റെ വഴികൾ അറിയാമോ? അതിന്റെ യുദ്ധങ്ങൾ അറിയാമോ?
ഒരു ദിവസത്തെ യുദ്ധമായിരുന്നു. ജോസഫ് എൻസാവെന്ന് കേട്ടില്ലല്ലോ, സഖാവിന്റെ ഒരു പ്രത്യേക ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. വലിയ രീതിയിൽ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ ജോസഫ് എൻസാവ് എല്ലാ കാലവും ഇത്തരം സ്ത്രീകളുടെ പുറകെ തന്നെ അവർക്ക് സഹായം പോയിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. സൂര്യനെല്ലി കേസിന്റെ ആദ്യാവസാനം അതിനോടൊപ്പം നിന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് എത്ര പേർക്കറിയാം? ആർക്കും അറിയില്ല. കാരണം അടുക്കളയിൽ പണി ചെയ്ത്, അടുക്കളയിൽ ഭക്ഷണമുണ്ടാക്കി, അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച്, ഈ ഓരോരോ കാര്യങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ നടന്ന്, ചില ആളുകൾ പറയും അങ്ങനത്തെ നടപ്പൊന്ന് കണക്കാക്കിയാൽ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് എത്തുന്നു. മനസ്സിലായ? അങ്ങനെ നടന്ന് മേശപ്പുറത്ത് ഭക്ഷണങ്ങളെല്ലാം വരുമ്പോ കുറ്റം പറയുന്ന ചില ആളുകളുണ്ടാവും, അല്ലേ? ഇതെന്താണ് ഉപ്പുകൂടി, ഇതെന്താ മുളക് കൂടി? ആ പാത്രങ്ങൾ രാവിലെ മുതൽ കഴുകി രാത്രിയുടെ അവസാനം വരെ കഴുകുന്നതിനിടയിൽ ഈ വാഷ് ബേസിനിൽ ഈ പാത്രങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോൾ ആ പാത്രം ഒന്ന് കഴുകി വെച്ച് കൊടുക്കാം അമ്മയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്കെന്ന് പറയാത്ത നിരവധി ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, ഇല്ലേ? സൂര്യനെല്ലി കേസില് അങ്ങനെ നടത്തിയ യുദ്ധത്തിൽ ആരായിരുന്നു ആ യുദ്ധത്തിൽ നിന്നത്? എന്നെ നിങ്ങൾ ഇവിടെ വിളിച്ച് എന്നോട് സംസാരിക്കാൻ പറയുമ്പോൾ അങ്ങനെ സംസാരിക്കാത്ത, അനുവാദമില്ലാതിരുന്ന അഡ്വക്കേറ്റ്മാരുണ്ടായിരുന്നു അതിന്റെ പുറകിലും. അറിയാമോ? തൊണ്ടങ്ങനെയാണ്, എന്തെങ്കിലും ആട്ടെ, ഞാൻ പ്രശ്നമേ അല്ല. ഇതെന്റെ നാട്ടുകാരല്ലേ, എന്നെ അറിയുന്ന ആൾക്കാരല്ലേ. എനിക്ക് എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നം ഇവിടെ ഉണ്ടായാൽ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? പിന്നെ എന്തിനാണ് ഞാൻ ആശങ്കപ്പെടുന്നത്? ഒരു ആശങ്കയും എനിക്കില്ല. എനിക്ക് വളരെ സന്തോഷത്തോടെ എനിക്ക് നിങ്ങളോട് പറയണം എന്നുണ്ടായിരുന്നു. പറയാതെ പോകരുത്, നിങ്ങൾ അറിയാതെ പോകരുത്. ഈ ചാനലുകളിലെല്ലാം ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതറിയാതെ പോകരുത് എന്നത് മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ സൂര്യനെല്ലി കേസിൽ ഹൈക്കോടതിയിൽ നിന്നും ജസ്റ്റിസ് ബസന്ത് ഒരു വാചകം പറയുകയാണ്, ഈ കുട്ടിക്ക് ഓടി രക്ഷപ്പെടാമായിരുന്നില്ലേ? അന്ന് ആ വാചകം പറഞ്ഞപ്പോ ജുഡീഷ്യറിയെ ഭയന്നു ഒരാള് പോലും രംഗത്തിറങ്ങി പ്രതിഷേധിക്കാൻ തയ്യാറായില്ല. ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റി ആണല്ലേ. പക്ഷെ എറണാകുളത്ത് ആ ജഡ്ജിയുടെ കോലം കത്തിച്ച 4 പേരുണ്ട്. ആ 4 പേരിൽ ഒരാൾ ഞാനും, ഒരാൾ കമലാ സദാനന്ദൻ എന്ന് പറഞ്ഞൊരു സഖാവുമാണ്, കേരള മഹിളാ സംഘത്തിന്റെ. അറിയുമെന്നറിയില്ല. അപ്പോ കുറച്ച് തമാശയൊക്കെ ആവല്ലേ നമുക്ക്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബോറടിക്കും നിങ്ങൾക്ക്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ നിങ്ങളോട് പറയും, എനിക്ക് പറഞ്ഞേ പറ്റൂ. കാരണം അന്ന് കോലം കത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. കോലം കത്തിക്കാൻ പോയപ്പോൾ ഞങ്ങൾ 4 പേരും ചുറ്റും 250 പോലീസുകാർ. ഞങ്ങൾ അറിയുന്ന ആളാണ് അവിടുത്തെ CI. ഇദ്ദേഹം വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു കോലം കത്തിക്കാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ ചവിട്ടിക്കൂട്ടിയാലോ ചോദിച്ചു. അപ്പൊ അറസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ ഇയാൾക്കും ശരി വന്നു. അങ്ങനെ കോലം കത്തിക്കാൻ ഒരുങ്ങുകയാണ്. ഇങ്ങനെ ഒരുങ്ങുന്നതിനിടയിൽ അപ്പൊ ചുറ്റും 250 പോലീസാണ്, വെറും 4 പേര്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ കോലം കത്തിക്കാൻ നോക്കിയപ്പോ തീപ്പെട്ടി എടുത്തിട്ടില്ല. ചേച്ചി തീപ്പെട്ടി എടുത്തില്ലേ, എന്ത് ചെയ്യും? ഇപ്പൊ ഞങ്ങക്ക് പുറത്തു കിടക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ പതുക്കെ ഒരു പോലീസുകാരനോട് ചോദിച്ചു, സാറേ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ തന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആ കോലം കത്തിച്ചത്. ഈ കുട്ടി സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ നിന്നും ആ കേസ് തിരിച്ചു വന്ന് ഹൈക്കോടതിയിലെ 8ാം നമ്പർ റൂമിൽ തിങ്ങി നിറഞ്ഞ നിൽക്കുന്ന സമയത്ത് ഞാനുമുണ്ട്. അപ്പോ KT ശങ്കരൻ എന്ന് പറഞ്ഞ ജഡ്ജാണ്. അദ്ദേഹം എന്ത് ജഡ്ജ്മെന്റ് പറയുമെന്നിങ്ങനെ ആകാംക്ഷയിൽ നമ്മൾ നിൽക്കുമ്പോൾ
അദ്ദേഹം ഈ എല്ലാ പ്രതികളെയും ശിക്ഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ ഒരു വാചകം, ചരിത്രപരമായ ഒരു വാചകം: ഒരു സ്ത്രീയെ അവരുടെ സമ്മതമില്ലാതെ ദേഹത്ത് തൊടുന്ന ഒരു സംഭവം ഉണ്ടായാൽ അവളുടെ മരണം വരെ അത് ഹോണ്ട് ചെയ്യപ്പെടുമെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, 2 ജഡ്ജിമാർ, ഒരേ കോടതി, അല്ലേ? ഒരു മനുഷ്യൻ, ഒരു സ്ത്രീക്ക് പോലും ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല ഇത്രയധികം ആഴത്തിൽ ആ വിഷയത്തിൽ. ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ അതിജീവിത അദ്ദേഹം പറഞ്ഞു വനിതാ ജഡ്ജി മതിയും. അപ്പൊ എന്തിനാ നമ്മ വനിതാ ജഡ്ജി വേണമെന്ന് പറയണേ? കാര്യങ്ങളെല്ലാം തുറന്നു പറയാം, കുറച്ചും കൂടി ഈസിനെസ് ഉണ്ടാവും പറഞ്ഞു വീഴുന്നത്. കാരണം ഇത്രയുമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട്. അതുകൊണ്ടാണ് അടച്ചിട്ട മുറിയിൽ നമ്മൾ നടത്തുന്നത്. അതിൽ നിയമിക്കപ്പെട്ട ജഡ്ജിയാണ് ഇന്നിപ്പോൾ ഈ ജഡ്ജിമെന്റ് പറഞ്ഞ അദ്ദേഹം. എത്ര പ്രാവശ്യം അതിനുശേഷം ആദ്യത്തെ പ്രോസിക്യൂട്ടർ സുരേഷ്, സൗമ്യ കേസിലെ പ്രോസിക്യൂട്ടറായിരുന്നു സുരേഷൻ, ഹൈക്കോടതിയിൽ വന്നിട്ട് റിട്ട് പെറ്റീഷൻ, കേരള ചരിത്രത്തിന്റെ ആദ്യമായിട്ട് ഒരു പ്രോസിക്യൂട്ടർ ഒരു ജഡ്ജിക്കെതിരെ ഒരു പരാതി കൊടുക്കുക: എനിക്ക് ഈ കോടതിയിൽ ഇനി കേസ് നടത്താൻ സാധ്യമല്ല, കാരണം അതിജീവിതയെ അത്രമാത്രം അവര് വേദനിപ്പിക്കുന്നു എന്ന് പറയും. എത്രയോ സുപ്രീം കോടതി ജഡ്ജിമെന്റ് ഉണ്ടെന്നറിയാമോ? അതിജീവിതമാരെ ക്രോസ് എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലാതെയോ കോടതി മുറികളിലോ പുറത്തോ അവർക്ക് അഭിമാനക്ഷതമുണ്ടാകുന്ന ഒരു വാക്കുപോലും പറയാൻ പാടില്ല എന്നതാണ് നിയമം. പക്ഷെ സുരേഷൻ സാറ് വെറുതെ അല്ല പോയത്. ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു, ഹൈക്കോടതി അത് തള്ളി. നമ്മൾ അതിജീവിത സുപ്രീം കോടതി വരാൻ പറ്റുമോ ഈ ജഡ്ജിയെ ഒന്ന് മാറ്റി തരുക? അവര് പറഞ്ഞത് എന്താ? എനിക്കൊരു വനിതാ ജഡ്ജി വേണമെന്നാണ്, ഇന്ന ജഡ്ജി വേണമെന്ന് പറഞ്ഞില്ല. പക്ഷേ കോടതികൾ ആരും കേട്ടില്ല. അങ്ങനെ കേൾക്കാതിരുന്നിട്ട് പോകുന്നതിനിടയിൽ അപ്പം ഞാനില്ലേ, സീനിൽ ഞാനില്ല. അതിനുശേഷം 2022 ഈ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്ത വിവരം അറിയണം. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക ഈ ചാനലുകളിലെ ചർച്ച കേൾക്കുമ്പോൾ ഈ മെമ്മറി കാർഡിന്റെ ഇത് ജഡ്ജ്മെന്റ് ആരെങ്കിലും വായിച്ചോ? വിജയ് വായിച്ചോ? മെമ്മറി കാർഡിന്റെ ഇൻഡിവിജ്വൽ ഹാഷ് വാല്യൂ മാറിയില്ല എന്നാണ് ഇവര് പറയണത്. മേ ബി അത് ഒന്നും കൂടിയൊക്കെ എക്സാമിൻ ചെയ്യേണ്ട കാര്യമാണ്. CFSൽ നിന്ന് SFSൽ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത സമയത്ത് അവര് ഫയൽ ചെയ്ത കൗണ്ടറിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ടെക്നോളജിയുടെ വളർച്ച? ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കറിയാം. നമ്മളൊരു മെമ്മറി കാർഡ് ഒരു ലാപ്ടോപ്പിൽ ഇടണമെങ്കിൽ ഉണ്ടല്ലോ, അതിന്റെ പേരെന്താ? ഒരു വേറൊരു ഇൻസ്ട്രുമെന്റ് കൂടി വേണം, എന്നാലേ ലാപ്ടോപ്പിൽ ഇടാൻ പറ്റുള്ളൂ ഈ മെമ്മറി കാർഡ്. പെൻഡ്രൈവ് അല്ല, പെൻഡ്രൈവ് വേറെയാണ്. ഈ മെമ്മറി കാർഡ് ലാപ്ടോപ്പിൽ ഇടണമെങ്കിൽ വേറൊരു ഇൻസ്ട്രുമെന്റ് കൊടുത്തു. പെട്ടെന്ന് മറന്നു പോയാ അതുകൊണ്ട് അതിൽ നിന്ന് അർത്ഥമില്ല. പക്ഷെ ഈ മെമ്മറി കാർഡ് നിങ്ങളുടെ ഒരു ലാപ്ടോപ്പിലിട്ട് അത് കോപ്പി ചെയ്താൽ, എല്ലാവരും കോപ്പി ചെയ്യണതല്ലേ, ഈ ഹാഷ് വാല്യൂ മാറില്ല. അറിയാമോ ടെക്നോളജി? ചെറുപ്പക്കാർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, പ്രായവർക്കും അറിയണ്ടാവും. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറയാനുണ്ട്. ഞാനൊരു എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ സംസാരിക്കുന്നതോ പറയുന്നതൊക്കെ അപ്പുറം ഇപ്പുറം ഇല്ലാത്ത കഷ്ണങ്ങൾ വെട്ടിയെടുത്ത് ഹോണ്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. അവരൊക്കെ കൈ കഴിക്കണവരെ ഹോണ്ട് ചെയ്യട്ടെ എന്നാണ്. ചില ആളുകളുണ്ട്, നമ്മുടെ ഇടതുപക്ഷം എന്ന് പറഞ്ഞ ആളുകൾ, ഈ KM ഷാജഹാനെ പോലുള്ള ആളുകളൊക്കെ എൻ്റെ അമ്മോ നിങ്ങൾ കണ്ടു നോക്കണം എന്താണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാനിത് നിങ്ങൾക്ക് രസം പഠിപ്പിക്കാനൊന്നും പറയല്ല, ഇതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അങ്ങനെ ഈ മെമ്മറി കാർഡിലെ
ഇക്കാര്യങ്ങൾ ഒരു മെമ്മറി കാർഡ് ഒരു ലാപ്ടോപ്പിലിട്ട് അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഹാഷ് വാല്യൂ മാറുന്നത്, അല്ലേ? അത് കോപ്പി ചെയ്താൽ അത് മാറില്ല എന്ന് എല്ലാ ടെക്നോളജി അറിയുന്ന വിദഗ്ധരും വന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഈ മെമ്മറി കാർഡിന്റെ പ്രാധാന്യം? ഈ കേസിൽ രണ്ടു തരത്തിലുള്ള വക്കീലന്മാരുടെ എത്തിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. സുനിൽ എന്ന് പറയുന്ന A1-ന്റെ വക്കീലാണ് ആലുവയിലുള്ള പൗലോസ് എന്ന് പറയുന്ന അദ്ദേഹം. ഈ വിഷയം ഉണ്ടായതിന്റെ തലേ ദിവസം അന്ന് തന്നെ രാത്രി പൗലോസ് സാറിന്റെ അടുത്ത് എല്ലാ സാധനങ്ങളും കൊണ്ട് ഏൽപ്പിച്ച് ജാമ്യം എടുക്കണമെന്ന് പറയുകയാണ് A1. സാർ അതിന് സമ്മതിക്കുന്നു, ഒപ്പിട്ട് വക്കാലത്ത് വാങ്ങിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ സാർ ഈ വാർത്ത കേൾക്കുമ്പോൾ സാർ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഈ എല്ലാ സാധനങ്ങളും ചേർത്ത് കോടതിയിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കുന്നു. അവിടെ വക്കീലിന്റെ ഒരു എത്തിക്സ് വരികയാണ്. അതല്ലെങ്കിൽ സാറും കൂടി പ്രതിയാണ്, അല്ലേ? ഇനിയുണ്ട് മറ്റൊരാൾ സുനി. ഇത് ഈ വിഷ്വൽസ് അടങ്ങിയ ഫോണുണ്ട്. ഈ ഫോണും ഒരു അഡ്വക്കേറ്റിനെയാണ് ഏൽപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പേര് പ്രതീഷ് ചാക്കോ എന്നാണ്. അദ്ദേഹം പിന്നീട് കേസിൽ പ്രതിയായി. അദ്ദേഹം കോടതിയിൽ അത് ഏൽപ്പിച്ചില്ല. രണ്ട് ഡിഫറൻസ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ പ്രതിയാക്കി, അദ്ദേഹത്തിന്റെ ജൂനിയറിനെ പ്രതിയാക്കിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, ഈ ജൂനിയർ പറഞ്ഞു, ഞാൻ ഇത് ഒട്ടിച്ച് മറിച്ച് പുടിച്ച് കളഞ്ഞെന്ന് പറഞ്ഞേക്കാം. ഇത് ഒരാൾ പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് അയാളെ കൊണ്ട് ഒരു അഡ്വക്കേറ്റിനെ കൊണ്ടൊക്കെ അത് പിന്നീട് പറയിക്കാൻ സുനിൽ സർ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെ? അപ്പൊ ഇപ്പൊ ഇൻവെസ്റ്റിഗേഷനൊക്കെ എതിരായിട്ട് ഭയങ്കരമായിട്ട് പറയുന്നതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്താണ് ഞാൻ കയറുന്നത്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാം നിങ്ങൾക്ക്? നിങ്ങളൊന്ന് അന്വേഷിക്കണം. നാവ് അഡ്വക്കേറ്റ് അല്ലേ, ഒന്ന് കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലാതെ അദ്ദേഹത്തിന്റെ നാവ് കുറഞ്ഞു പോയി, ഫുള്ളി പാരലൈസ്ഡാണ്. ഞാൻ ആർക്കും ഇങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു സത്യം, ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം, ഒരു പെൺകുട്ടിയെ പിച്ചിച്ചിന്തി എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഒരു അഡ്വക്കേറ്റ് ചെയ്യേണ്ട കൃത്യമായ കൃത്യത അത് ചെയ്തില്ല. അതിനുശേഷം ഇന്നും ആ ഫോൺ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങളെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ കൊണ്ടുപോവാം. പൾസർ സുനി റിപ്പോർട്ടർ ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ പറയുന്ന ഒരു ഫോണല്ലേ, ആ ഫോണിന്റെ കാര്യം ഞാൻ ഈ പറയണം. ആ ഫോൺ കിട്ടിയില്ല എങ്കിലും കേസ് മുന്നോട്ട് പോയില്ലേ? മെമ്മറി കാർഡ്, ആ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആ മെമ്മറി കാർഡാണ് നമ്മുടെ സോൾ എവിഡൻസ്. നോ അതർ ഐ വിറ്റ്നസ്. ഓക്കെ, ഈ മെമ്മറി കാർഡാണ് കോടതിയുടെ ചെസ്റ്റ് എന്ന് വെച്ചാൽ ചെസ്റ്റ് തന്നെ, അത് പ്രത്യേകിച്ച് അല്ലെ മലയാളികരിച്ച് വഷളാക്കണ്ട, ചെസ്റ്റ്. അതിനാ അർത്ഥം കൊടുത്തിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സുരക്ഷിതമായ ഒരു സ്ഥലം എന്ന അർത്ഥത്തിലാണ്. ട്രഷറിയിലെ ആ ജഡ്ജിന്റെ മേൽനോട്ടത്തിലാണ് അത് എന്ത് ചെയ്യണത്, സൂക്ഷിക്കുന്നത്. ആ മെമ്മറി കാർഡിന്റെ ടാമ്പറിംഗ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഞാൻ ചാടിക്കേറി ഇതിന് പുറപ്പെട്ടത്? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അഡ്വക്കേറ്റ്മാരായിട്ടുള്ള ആൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ദ സോൾ എവിഡൻസ് അതാണ് ടാമ്പർ ചെയ്യപ്പെടുന്നത്. പൾസർ സുനി അടക്കം ആ കേസിൽ രക്ഷപ്പെടും. മനസ്സിലായ നിങ്ങൾക്ക്? അല്ലാണ്ട് ഇത് അതിലെ വീഡിയോ കണ്ടുവെന്നോ ഇൻഡിവിജ്വൽ വീഡിയോ കണ്ടുവെന്നോ അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. ഇതിനു വേണ്ടി ആണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത്, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയുന്നൊരു വിഷയം. അന്ന് കോടതിയിൽ ഞാൻ ഈ കേസ് ഫയൽ ചെയ്യുന്ന സമയത്താണ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LDF-നെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ഒക്കെ രാഷ്ട്രീയമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം.
ഞാനതിന് എന്നെ സംബന്ധിച്ച് അത് ലാസ്റ്റ് ഡേ ആണ്. ഞാൻ CPM-മായി ബന്ധപ്പെട്ട ആളുകൾ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് കൃത്യമായി പറയാനുള്ളത് ഞാൻ പറയുകയും അതവർക്ക് അത് കൺവിൻസ്ഡ് ആവുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഡേറ്റ് കഴിഞ്ഞ് ഞാൻ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇത് ഫയൽ ചെയ്താൽ എനിക്ക് പിന്നെ ഇത് ഫയൽ ചെയ്യാൻ പറ്റില്ല. ഈ കുട്ടിക്ക് പിന്നെ നീതി ഇല്ല. അപ്പൊ തന്നെ ആ കേസ് പോയി. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഈ കേസിന്റെ വാദത്തിലുടനീളം ഞാനെന്ന് പറയുന്ന വക്കീലിന്റെ രാഷ്ട്രീയവും വ്യക്തിപരമായ കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞ് ഞാൻ കോടതിയെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എതിർഭാഗം വക്കീലന്മാർ. എനിക്ക് അങ്ങനത്തെ ഒരു ഉദ്ദേശമേ ഇല്ല. പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാം, പക്ഷെ എനിക്ക് യാതൊരു ഉദ്ദേശമില്ല. എന്റെ ഉദ്ദേശം ഈ കുട്ടിക്കുണ്ടായ ഈ ദുരനുഭവം, ഈ അപമാനം, മരണം വരെ അവളെ ഹോൾഡ് ചെയ്യുന്ന വേദനാജനകമായ ഈ സംഭവത്തിന് അതിന്റെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുക എന്നത് അല്ലാതെ യാതൊരു ദുരുദ്ദേശവും എനിക്ക് ഈ കാര്യത്തിൽ ഇല്ല. ജഡ്ജിയാണ് നേരിട്ടാണ് ഞാൻ മുട്ടുന്നത്. ഈ കേസിലെ ഈ മെമ്മറി കാർഡ് കണ്ടു എന്ന് പറയുന്ന അതേ ജഡ്ജിയുടെ ബെഞ്ചിലാണ് ഈ കേസ്, എന്റെ കേസ് ആദ്യം വരുന്നത്. ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഈ കേസ് കേൾക്കരുത്. ഇങ്ങനെ കൈ ചൂണ്ടി പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ അല്ലെ കോടതിയിൽ. സാർ ഈ കേസ് കേൾക്കരുത്, പെറ്റീഷനും ഫയൽ ചെയ്തു. സാർ ഉടനെ തന്നെ ഈ കേസ് മാറ്റി വെച്ചു. വേണ്ട, ഞാൻ കേൾക്കണില്ല, തീർന്നു. അതിലദ്ദേഹം ക്ലിയറാണ്. അത് അപ്പോൾ ഒരു സംഭവം പാരലലായി നടക്കുകയാണ്. അതിൽ എനിക്കോ അതിജീവിതയ്ക്കോ ഒരു പങ്കില്ല. അതായത് അവിടെ ഒരു ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഒരു പുനരന്വേഷണം വരികയും ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് തന്നെ ആ അന്വേഷണത്തിന്റെ ചുമതല കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ മെമ്മറി കാർഡ് ചോർന്നോ ഇല്ലയോ, ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നതിന് ഒരു പെറ്റീഷൻ, ഒരു ഫോർവേഡ് നോട്ട് വെക്കുക. ചരിത്രത്തിൽ ഒരു ട്രയൽ കോടതിയും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വെക്കുന്ന ഒരു ഫോർവേഡ് നോട്ട് അത് FSLലേക്ക് അയക്കാതിരിക്കയില്ല എന്ന സത്യം നിങ്ങൾ എല്ലാവരും അറിയണം. അത് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയോ ഇല്ലയോ എന്നറിയാൻ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഫയൽ ചെയ്ത പെറ്റീഷൻ എന്തുകൊണ്ട് ഫോർവേഡ് ചെയ്തില്ല? ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അവസാനം ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടി വന്നു. എവിടെ നിന്ന് തുടങ്ങുന്നു നമ്മൾ? എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ? ഒരു താല്പര്യവുമില്ലാതെ ഒരു മനുഷ്യർ അൺഫെയർ അല്ലാതെ ഫെയർ ആയ ഒരു കാര്യം ഇത്രയോ ഫോർവേഡ് നോട്ട് അദ്ദേഹം ഫയൽ ചെയ്തിട്ടുണ്ടാവും ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനായിട്ട് ബന്ധപ്പെട്ട്. മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ ഇത് നിഷേധിക്കാൻ യാതൊരു റൈറ്റും ഇല്ല നിയമത്തിൽ. പിന്നെ എന്തിനാണ് അദ്ദേഹം അത് നിഷേധിച്ചത്? നിഷേധിച്ചത് മാത്രമല്ല, ഞാൻ റിട്ട് പെറ്റീഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ട് കേരളത്തിലാകെ, ചാനലുകളിലാകെ, വനിതാ പ്രസ്ഥാനങ്ങളാകെ, യുവജന പ്രസ്ഥാനങ്ങളാകെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു എന്തുകൊണ്ട് ഹാഷ് വാല്യൂ മാറിയോ ഇല്ലയോ എന്ന് നിങ്ങൾ SFSലേക്ക് അയച്ച് പരിശോധിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സാർ ഇത് കേൾക്കരുത് എന്ന് പറഞ്ഞ ജഡ്ജി ഇങ്ങനെ അപ്പ തന്നെ എടുത്ത് വെച്ച പോലെ ഞാൻ അപ്പ തന്നെ ഈ ഫോർവേഡ് നോട്ട് പാസ്സാക്കി വിടണം അല്ലേ? എന്നിട്ടും ചെയ്തില്ല. ചെയ്തത് എപ്പോൾ? ഹൈക്കോടതിയിൽ നിന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആ കേസിൽ ഒരു ജഡ്ജ്മെന്റ് വന്നു, ഇത് ഫോർവേഡ് നോട്ട് നിങ്ങൾ FSലേക്ക് അയക്കണം എന്ന് പറയുന്നു. അറിയണ്ടേ സത്യം? സത്യം അറിയാനല്ലേ FSലേക്ക് അയക്കുന്നത്? അതങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് റിപ്പോർട്ട് വന്നു. റിപ്പോർട്ട് ഹൈക്കോടതിയിലാണ് വന്നത്. ഹൈക്കോടതിയിൽ ഞങ്ങൾ കൊടുത്ത കേസിൽ KR വിജയ, നമ്മളുടെ അഡ്വക്കേറ്റ് പ്രൊഫഷനിൽ എത്രയും മനോഹരമായ ഒരു ജഡ്ജ്മെന്റ് വേറെ ഉണ്ടാവില്ല. ഞങ്ങൾ കൊടുത്ത കേസിൽ അതിൽ ഞാനും ഈ ജയനും അടക്കം
നടന്ന് ഞങ്ങൾ കൊടുത്തൊരു കേസാണ്. ആ കേസിൽ ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള കെ ബാബു പറഞ്ഞ കാര്യം ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, അല്ല അതിൽ എൻക്വയറി നടത്തണം. എൻക്വയറിക്ക് ഇതേ ജഡ്ജിയെ തന്നെ ചുമതലപ്പെടുത്തി. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ ഒരു ഉത്തരവുണ്ട്, അത് ഉത്തരവാണ്, ഹൈക്കോടതിയുടെ ഉത്തരവാണ്. ഇന്ന് കേരളത്തിന്റെയോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഹൈക്കോടതികൾ പറഞ്ഞ ഏതെങ്കിലും ഒരു ഉത്തരവ് ഏതെങ്കിലും ഒരു താഴെ കോടതിയിലുള്ള ജഡ്ജ് നടപ്പാക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കേസിൽ മാത്രമാണ് എന്ന് നിങ്ങൾ അറിയണം. ലാസ്റ്റ് നിങ്ങളിൽ പലരും ചോദിക്കും, അഡ്വക്കേറ്റ് ടി ബി മിനി ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടി എന്ന്. കിട്ടി എന്താ കാര്യം? ഈ കേസിലെ ജസ്റ്റിസ് ബാബു പറഞ്ഞ കാര്യം എന്താ അറിയാമോ? ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തി ഇതിൽ കുറ്റവാളികളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അവർക്കെതിരെ CRPC അനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത്. KR വിജയ ആ നിയമം എന്താണ്? FIR ഇടണം, അന്വേഷണം നടത്തണം, പോലീസിന്റെ അസിസ്റ്റൻസ് എടുക്കണം, കുറ്റവാളികളെ കണ്ടെത്തണം, ശിക്ഷിക്കണം. പക്ഷെ നടപ്പിലാക്കിയിട്ടില്ല. എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്ന് ജഡ്ജ് പറഞ്ഞേ പറ്റൂ കേരളത്തിനോട്. നേരത്തെ പറഞ്ഞ ജഡ്ജി അപ്പൊ ആരോപണമൊക്കെ ഉള്ള ജഡ്ജാണ്. അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഫയൽ ചെയ്ത ഫർദർ ഇൻവെസ്റ്റിഗേഷന് കുറച്ചും കൂടി ടൈം വേണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പെറ്റീഷൻ. ആ പെറ്റീഷനിൽ ഞാൻ കയറി പറയാണ്, സാറേ ഇത് കേൾക്കരുത്, അങ്ങയെ കുറിച്ച് ആരോപണമുള്ള കേസാണ്. അപ്പൊ CRPC അതിന് പ്രൊവിഷൻ ഉണ്ട്, ഒരു ആരോപണം ഉണ്ടെങ്കിൽ ആ ജഡ്ജി കേൾക്കാൻ പാടില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ പല പ്രാവശ്യം കേട്ടതാണ്, അതുകൊണ്ട് ഞാൻ ഇത് കേട്ട് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം മുഖം മൂടി വെച്ചിട്ട് മറ്റേ ഇത് വെച്ചിട്ട് മാസ്ക് വെച്ചിട്ടിരിക്കും. പിന്നെ എനിക്കൊന്നും പറയാനില്ല, കാരണം കോടതിയിൽ ജഡ്ജി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും സംസാരിക്കാനില്ല. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തെന്നറിയാമോ? ഈ ഞാൻ പറഞ്ഞ ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്ന ആ മെമ്മറി കാർഡ് നേരെ FSL നിന്നും അന്ന് രാത്രി തന്നെ ഒരു ആളെ വിട്ട് എടുത്തുകൊണ്ടുവന്ന് അതേ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ഉള്ളത് ജില്ലാ കോടതിയിൽ വെച്ചു. അതാണ് ഇപ്പോൾ സുനിയെങ്കിലും ശിക്ഷിക്കേണ്ടത്. നിങ്ങൾ എല്ലാവരും ആശ്വസിക്കണം, പൾസർ സുനിയെ ശിക്ഷിച്ചല്ലോ. ഇത് ചിരിക്കാത്തൊരൊറ്റയാള്. വിജിക്ക് മനസ്സിലായില്ലേ? ബാക്കിയുള്ള ആൾക്കെല്ലാവർക്കും മനസ്സിലായി. എന്താ കാര്യം? ഇതിൽ മറ്റൊരു കഥയും കൂടിയുണ്ട്, അതും കൂടി ചേർത്ത് വായിക്കണം. ട്രയൽ നടക്കാൻ തീയതി നിശ്ചയിച്ചു, ഷെഡ്യൂൾ ചെയ്തു. ഷെഡ്യൂൾ ചെയ്തതിന്റെ തലേ ദിവസം ഈ ജഡ്ജിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ചെന്ന് കാണുന്നു. ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. അവർ നേരെ ഇതേ പോലീസുകാരന്റെ ഫോണിൽ നിന്നും FSL ഡയറക്ടർ വിളിക്കുന്നു. ആ ഡയറക്ടർ പറയുന്നു, ഇതിന്റെ FSL ഇത് CFSLലേക്ക് അയക്കാൻ ദിലീപ് ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി വരെ പോയിട്ട് CFSലേക്ക് അയക്കാൻ പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പരിശോധിക്കുന്ന സമയത്താണ് അവർക്ക് മനസ്സിലായത് ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയിരിക്കണം. ഇത് ഇദ്ദേഹം ഇവരോട് പറയുന്നു. അപ്പൊ മാഡം പറയുന്നു, നിങ്ങൾ ഒരു കാര്യം ചെയ്തു, അതിന്റെ റിപ്പോർട്ട് എനിക്ക് ഉടനെ തരണം. രാത്രിക്ക് രാത്രി വന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് വരികയാണ്. ആ റിപ്പോർട്ട് സാധാരണഗതിയിൽ ഫെയർ ആയിട്ടുള്ള ഒരു ജഡ്ജി ആരോട് പറയണം? യെസ്, പ്രോസിക്യൂട്ടറോട് പറയണം അല്ലേ? അന്ന് സുരേഷനാണ് പ്രോസിക്യൂട്ടർ. പറഞ്ഞില്ല. ഇത് ചെറിയ കഥയല്ല, ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവുകയാണ്. ഒരു പ്രാവശ്യം കാല് തെറ്റി വീണതല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം ട്രയലാണ്. ട്രയലിൽ നമ്മുടെ പ്രോസിക്യൂട്ടർ ഇത് അറിഞ്ഞിട്ടില്ല, പക്ഷെ ഡയറക്ടർക്ക് അറിയാം. പക്ഷെ ഡയറക്ടർക്ക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിന് അറിയാം, നമ്മുടെ പ്രോസിക്യൂട്ടർ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ഡയറക്ടർ വന്ന് പറയുന്നു. ജഡ്ജിക്ക് അറിയാം. ജഡ്ജി ചോദിക്കണ്ടേ, അദ്ദേഹമേ നിങ്ങൾ ഈ മെമ്മറി കാർഡിന്റെ ഈ ഹാഷ് വാല്യൂ മാറിയത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ?
ആ മാറിയ ഹാഷ് വാല്യൂ എന്താ നിങ്ങൾ ഇവിടെ പറയാത്തതെന്ന് ചോദിക്കണ്ടേ? ചോദിച്ചില്ല. പ്രോസിക്യൂട്ടർ പറഞ്ഞത് അയാൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഹാഷ് വാല്യൂ എ ആണ്, യഥാർത്ഥ ഹാഷ് വാല്യൂ ബി ആണ്. എ എന്ന് പറയുന്ന ഹാഷ് വാല്യൂ അവിടെ മാർക്ക് ചെയ്തു, ഇന്ന സാധനം എ എന്ന ഹാഷ് വാല്യൂലാണ്, പക്ഷെ അതിന്റെ യഥാർത്ഥ ഹാഷ് വാല്യൂ ബി ആണ്. ഈ ഒറ്റ കാരണം പോരെ KR വിജയ ഈ കേസ് മുഴുവൻ നട്ടപ്പെട്ടല്ല പോകാനായിട്ട്? സുനിൽ സാറെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും അറിയില്ലേ? ആശേ അറിയില്ലേ? ഇതാണ് നമ്മൾ ഹൈക്കോടതിയിൽ നിന്നും രാഖ്യരാമാനം ഈ വന്ന മെമ്മറി കാർഡിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. മാർക്ക് ചെയ്ത ആ ഡോക്യുമെന്റ് ഇവര് CFSL പോയപ്പോൾ ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ ഇന്ത്യ ഹിസ്റ്ററിയിൽ ഒരു പ്രോസിക്യൂട്ടർക്ക് കോപ്പി കൊടുക്കാതെ ഒരു പ്രതിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നു. അവിടെ സുപ്രീം കോടതിയിൽ നിന്നും ജഡ്ജ് ഇവര് ഇത് ചോദ്യം ചോദിച്ചു, ഇത് ഡോക്യുമെന്റ് ആണോ അതോ MO ആണോ? ഇത് നിങ്ങൾക്ക് അറിയുന്ന ഒരു ടേം അല്ല, അതൊരു കോമൺ ടേം അല്ല, ഇത് അഡ്വക്കേറ്റ്സിന് അറിയുന്ന ഒരു കാര്യമാണ്. ഡോക്യുമെന്റ് ആൻഡ് MO ആണെങ്കിൽ എതിർകക്ഷിക്ക് കൊടുക്കണ്ട, ഡോക്യുമെന്റ് ആണെങ്കിൽ ഓൾ അക്യൂസ്ഡിന് അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് പ്രോസിക്യൂഷൻ. ഡോക്യുമെന്റ് ആണെന്നായിരുന്നു നമ്മുടെ ഇവിടെ നിന്ന് പറഞ്ഞ മറുപടി. അതിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ് എന്ത് പറഞ്ഞു? ഇത് അവർക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് കാണുമ്പോൾ FSL നുള്ള ആളുകൾ വേണം, പ്രോസിക്യൂട്ടർ വേണം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളുടെ അഡ്വക്കേറ്റ്സ് വേണം, പിന്നെ ജഡ്ജിയും വേണം. അങ്ങനെയാണ് അത് കാണാനായിട്ട് അനുവാദം കൊടുത്തത്. പക്ഷെ ആ ഓർഡറിൽ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, അതായത് ഈ CFSL നിന്നും വരുന്ന, അതായത് സ്റ്റേറ്റ് FSL വിശ്വാസമില്ലാന്ന് ജഡ്ജിക്കുമില്ല പ്രതിഭാഗത്തിനുമില്ല, മനസ്സിലായ? നേരെ CFSLിലേക്ക് അയക്കുകയാണ്. അങ്ങനെ വന്ന് അതിലെ റിസൾട്ട് ഓൺലി ഫോർ ദ ഡിഫൻസ് എവിഡൻസ്, പ്രതിക്ക് പ്രത്യേകിച്ച് 8ാം പ്രതിക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന്റെ കോപ്പിയും കാണാൻ പറ്റില്ല, പ്രോസിക്യൂട്ടർക്ക് ഒന്നും കാണാൻ പറ്റില്ല. ചരിത്രത്തിൽ ഇങ്ങനെയുണ്ടോ? കോടതി നടപടികൾ കണ്ടില്ല, ഇപ്പോഴും കണ്ടില്ല. എങ്കിൽ ഈ മെമ്മറി കാർഡ് മാറ്റിയത്, ആ ഹാഷ് വാല്യൂ മാറിയത് തന്നെയാണ് അവിടെ ഇരുന്നിരുന്നെങ്കിൽ CFSLന്റെ റിപ്പോർട്ട് അവിടെ വന്നേനെ. ഇതിപ്പോ നമ്മൾ ആ മെമ്മറി കാർഡ് മാറ്റി യഥാർത്ഥ സാധനം വന്ന് വെച്ചുകൊണ്ട് CFSLില് ഇതുകൊണ്ട് അവർക്കൊരു പ്രയോജനമില്ലാണ്ടായി. അതുകൊണ്ട് അവരത് പ്രൊഡ്യൂസ് ചെയ്തില്ല, മാർക്ക് ചെയ്തില്ല. ജഡ്ജ്മെന്റ് എല്ലാവരും വായിച്ചിട്ടുണ്ടോ? ഞാൻ ആ കോടതിയിൽ എന്തുമാത്രം ഇപ്പോൾ എന്നെ അവഹേളിക്കുന്നു നിങ്ങൾക്കറിയാമോ? ഈ അവഹേളനങ്ങളും അപമാനങ്ങളും ഒന്നും എന്നെ സംബന്ധിച്ച് ഒന്നുമേ അല്ല. നിങ്ങൾ ആരും അത് ശ്രദ്ധിക്കാനും പോണ്ട. എനിക്കെതിരെ കണ്ടംപ്റ്റ് ഒന്നുമല്ല. ഞാനൊരു വക്കീൽ എന്ന നിലയിൽ നമ്മുടെ സൈറ ഫയൽ ചെയ്ത കണ്ടംപ്റ്റ്, അതാർക്കെതിരെ? ശ്രീലേഖ. ഇദ്ദേഹം നിരപരാധിയാണെന്ന് ജഡ്ജ്മെന്റ് ട്രയൽ നടക്കുന്നതിനിടയിൽ പറഞ്ഞിരുന്നു. അതിനെതിരെ ഒരു കണ്ടംപ്റ്റ് അവിടെ ഉണ്ട്, മനസ്സിലായ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കെതിരെ കണ്ടംപ്റ്റ് ഒന്നും വന്നിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഞാനും ഒരു വക്കീലല്ലേ, എന്തൊക്കെ പറയണമെന്നും എന്തൊക്കെ പറയണ്ടാന്നും എനിക്കും ഒരു ചെറിയ അറിവൊക്കെ ഉണ്ടാവില്ലേ? നിങ്ങളോട് പറയാൻ പാടുള്ളത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. സ്വകാര്യ സംഭാഷണത്തിലൊക്കെ പറയാന്നല്ലാതെ പൊതുവായി എനിക്ക് പറയാൻ അത് പറ്റില്ല. പക്ഷെ കാരണം എന്തിനാ പറയുമില്ല ഞാൻ? കാരണം എന്റെ ആഗ്രഹം അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്ന് തന്നെയാണ്. ജിഷ കേസിൽ രാപ്പകലില്ലാതെ ഞങ്ങൾ ഓടിക്കൊണ്ട് നടന്നപ്പോഴും ജിഷ കേസിൽ അവരിൽ നിന്ന് ഞങ്ങൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാ ഞാൻ ഓടിക്കൊണ്ട് നടന്നത്? പറവൂർ സെക്സ് റാക്കറ്റ് കേസിലെ പെൺകുട്ടി, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ കൊടുത്ത കേസിലാണ് ആ കുട്ടിക്ക് ജോലി തീരുമാനിച്ചത്. ഞാൻ കൊടുത്ത കേസിലാണ് ആ പെൺകുട്ടിക്ക് വീട് കൊടുത്തത്. ഞാൻ കൊടുത്ത കേസിലാണ് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ഉത്തരവ് CN രാമേന്ദ്രൻ സാർ ഓർഡർ ആക്കിയത്. തിരിഞ്ഞു പോലും ഞാൻ നോക്കിയിട്ടില്ല, എനിക്കെന്റെ ആവശ്യവുമില്ല. ആ കുട്ടി കഴിഞ്ഞ ദിവസം കേസിന് വന്നിറങ്ങിയത് BMW-ലാണ്. അവരിപ്പോ താമസിക്കുന്നത് വില്ലയിലാണ്. സത്യത്തിൽ നമുക്ക് അഭിമാനവും സന്തോഷവും ഉണ്ടാവുന്ന ആ നിമിഷത്തിലാണ്, അല്ലേ?
അപ്പൊ ഞാനൊരു പാട്ട് സ്കൂട്ടർ, എന്നെ പത്രക്കാരെല്ലാവരും കൂടി, ഇപ്പൊ ജനഹത്തിന്റെ അയാൾ ഇവിടെ ഉണ്ടല്ലോ, എല്ലാവരും കൂടി വട്ടം ചുറ്റി നാണാവില്ലടോ എന്ന് പറയാം. ഞാൻ പറഞ്ഞു ഒരു നിമിഷം ഞാൻ പകച്ചേട്ടാ, പെട്ടെന്ന് സത്യം പറയണല്ല. പക്ഷെ ഒരു നിമിഷം കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത് അത് എത്ര വലിയ ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടി നീതിക്ക് വേണ്ടി അലഞ്ഞ് കോടതികൾ കയറി ഇറങ്ങി ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് പിന്നെയും മരണം വരെ കൊണ്ടുകയും ചെയ്യുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ്. ആ കുട്ടി വില്ലയിൽ ജീവിക്കട്ടെ, BMW പോകട്ടെ, ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ചെറിയൊരു പണിയല്ല അടുക്കള പണിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഞാൻ അത്യാവശ്യം പ്രാക്ടീസ് ഉള്ളൊരു വക്കീലാണ്. കുഞ്ഞു പ്രാക്ടീസാണ്, എന്നാലും വലിയ വലിയ കാര്യങ്ങൾ ഒന്നും ചെയ്യുന്ന ആളല്ലെങ്കിലും അങ്ങനെ വരുമ്പോൾ വക്കീലിന് ഒരുപാട് പണിയുണ്ട് അല്ലേ ആഫീസിൽ. ജയനോട് ഞാൻ പറഞ്ഞിരുന്നു, ജയ എനിക്ക് ട്രയൽ കോടതിയിലേക്ക് കേസെടുക്കാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ എല്ലാ ദിവസവും പോയിരിക്കണം. എനിക്കൊരു റോളൊന്നുമില്ല. ഈ വിക്ടിം ലോയേഴ്സിന് CRPC പ്രകാരം പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഒരു നല്ല വിക്ടിം ലോയർ എന്തിനാണ് അവിടെ പോയിരിക്കണം അറിയാമോ? നമ്മളുടെ വിക്ടിമിനെ നീതി കിട്ടുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോസിക്യൂട്ടറും എല്ലാവരും ഒരുപോലെയാണോ? ചാഞ്ചാടില്ല എന്നുറപ്പുള്ള പ്രോസിക്യൂട്ടർമാരുണ്ടാകുമോ? ചിലപ്പുണ്ടാവാം അല്ലെ. അപ്പോ നമ്മൾ സജസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രോസിക്യൂട്ടർ അവിടെ കേസ് നടത്തുമ്പോ ആ പ്രോസിക്യൂട്ടറുടെ വലം കൈയായി മാറാൻ വേണ്ടിയാണ് വിക്ടിം ലോയർ അവിടെ പോകുന്നത്. അവിടെ അംഗീകാരമില്ല, സംസാരമില്ല, നമ്മൾക്ക് ഒരു സീറ്റ് പോലുമില്ല. നിങ്ങൾ ചോദിക്കും, ചിലരെങ്കിലും വക്കീലന്മാർ നോക്കും, ഒരു സീറ്റ് പോലുമില്ല. എത്ര അപമാനകരമാണ് ആ കോടതിയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഒരു ഡിസിഷൻ എടുത്തു. തല്ലിയാലും കൊന്നാലും അപമാനിച്ചാലും എത്രമാത്രം ചവിട്ടി തച്ചാലും ഈ ട്രയൽ ഞങ്ങൾ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ പ്രോസിക്യൂട്ടർ എത്രമാത്രം വലിയ ആളാണെന്ന് നിങ്ങൾ മനസ്സിലായി. അയാളെ വലിയത് വെച്ചാൽ പ്രശസ്തനൊന്നുമല്ല. അദ്ദേഹം ഒരു ഫുട്ബോൾ കളിക്കാരനാണ്. അദ്ദേഹം കരുണാകരന്റെ ഏറ്റവും വലം കൈയായി പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി അദ്ദേഹം പ്രൊഫഷൻ ഏറ്റെടുത്തു. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മർഡർ കേസുകൾ ചെയ്യുന്ന പ്രതികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളാണ്. 25 വർഷം പ്രോസിക്യൂട്ടർ ആയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് അഡ്വക്കേറ്റ് അജകുമാർ എന്നാണ്. തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന്റെ പ്രാക്ടീസ്. ഈ കേസിന് വേണ്ടി അദ്ദേഹം വക്കാലത്തെടുക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ ആശിനോടും ജയനോടും ഞാൻ പറഞ്ഞു, സാറ് സമ്മതിക്കുന്നേ ഇല്ല. കാരണം എന്താ, വിജയം വിചാരിക്കണ പോലെ അല്ല. ഒരു ദിവസം ഒരു മാസം കോടിക്കണക്കിന് വരുമാനമുള്ള ഒരു മനുഷ്യനാണ് അഡ്വക്കേറ്റ് അജകുമാർ. ഞങ്ങളുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിനും മറ്റു ചില ആളുകളുടെ നിർബന്ധത്തിന്, അത് ആ പേര് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല, നമ്മളുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളുടെ നിർബന്ധത്തിനും വഴങ്ങി അദ്ദേഹം ഞങ്ങളുടെ വക്കാലത്ത് ഏറ്റെടുക്കുകയാണ്. ആരുടെ പ്രോസിക്യൂഷന്, ഒരു പ്രോസിക്യൂഷന് വേണ്ടി ഈ ജയനും രാജേഷും ഞാനും ഈ ആശയും എത്രയോ വക്കീലന്മാരുടെ കാല് പിടിച്ചു എന്നറിയാമോ? ഈ ഘട്ടത്തിൽ ആവാൻ പറ്റൂ. ആദ്യത്തെ ദിവസം ഒക്കെ പറയും, മൂന്നാമത്തെ ദിവസം മാറ്റി പറയും. കേരളത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ കണ്ടത്. അതിജീവിതയുടെ ആ വക്കാലത്ത് ട്രയൽ കോടതിയിൽ എടുക്കാൻ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കാനുള്ള കാരണം എന്റെ പ്രൊഫഷൻ പോകും, എനിക്ക് വേറെ വരുമാനമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും സാറ് പല ആളുകളെ ഏൽപ്പിച്ചു, നിങ്ങളൊന്ന് ചെയ്യൂ. അവരുടെ ഓഫീസിൽ നിന്ന് ഏതെങ്കിലും ജൂനിയേഴ്സിന് പറഞ്ഞെടുത്താൽ ഇത് എഴുതിയെടുക്കുക. മൂന്നാമത്തെ ദിവസം ബബിൾക്കം പോലെ തിരിച്ചു വരും. അവസാനം ഞാൻ തന്നെ സാറ് പറഞ്ഞു, മിനി തന്നെ എന്റെ കയ്യാളായിട്ട് നിൽക്കണം, ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അത് ഏറ്റെടുത്തു. 2.5 വർഷക്കാലം ഒരു ദിവസം പോലും. എൻ്റെ റുട്ടീൻ എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? 12 മണി 12:30 ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ വർക്കും ഞാൻ തീർക്കും. എൻ്റെ ജൂനിയേഴ്സിനെ കൊണ്ടൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലൊക്കെ, കാരണം അവരും എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരാണ്, ഓഫീസിലെ സ്റ്റാഫ്. 12:30 മണി കഴിഞ്ഞാൽ ഞങ്ങൾ കോടതിയിലേക്ക് പോവുകയാണ്. ആ കോടതി തുടങ്ങുകയാണ് ഈ ട്രയലിന്. എന്നിട്ട് ചിലപ്പോൾ 6 മണിയാവും, ചിലപ്പോൾ 7 മണിയാവും,
ചിലപ്പോൾ 8 മണി വരെ നീണ്ടുപോയ ദിവസങ്ങളുണ്ട്. അതിനുശേഷം 8 മണിക്ക് ശേഷം പിറ്റേ ദിവസത്തെ പ്രവർത്തനത്തിനായി സാറിൻ്റെ ഓഫീസിൽ വീണ്ടും ഇരിക്കും. ഞാൻ 2 മണിക്കൊക്കെയാണ് രാത്രി വീട്ടിലേക്ക് എത്താം. ഉറക്കമില്ല. പിറ്റേ ദിവസത്തിൽ നേരം വെളുക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് പോകണം. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയങ്കര മടിച്ചാണ്. ഞാൻ എണീക്കുമ്പോഴൊക്കെ 7 മണി കഴിയും. അപ്പോഴേക്കും അമ്മ ചായയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ. പക്ഷേ ഈ കേസിൽ അങ്ങനെയായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അച്ചുമ്മ സാറും അങ്ങനെ തന്നെ അത്ര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ നമുക്ക് ഇനിയും അവസരമുണ്ട് അപ്പീലിൽ. മനസ്സിലായ? ഒരു വീഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. പക്ഷെ നമ്മൾ കൊടുത്ത തെളിവുകളെ ശരിയായ രീതിയിൽ അനലൈസ് ചെയ്യുന്നതിന് ആ കോടതിയിൽ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. നിങ്ങളോട് പറയാം, ഒരു പ്രോസിക്യൂട്ടറെ പ്രതിഭാഗം വക്കീലിന്റെ ജൂനിയർ വന്ന് തല്ലാൻ പോകുമ്പോൾ മൗനമായിരിക്കാൻ ഏത് ജഡ്ജിനാണ് കഴിയുക എന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാനിത് എത്ര ദിവസമായി ഇത് പറയുന്നു. ആരെങ്കിലും എനിക്കെതിരെ ഡിഫാമേഷൻ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ഉണ്ടോ? 2 റോയ മേഡം മുന്നിലിരിക്കുന്നു, ഞങ്ങൾ 2 പേര് ഇപ്പുറത്തിരിക്കുന്നു. ഈ റോ മുഴുവൻ പ്രതിഭാഗം വക്കീലന്മാരാണ്. നേരത്തെ പറഞ്ഞില്ല 20, 30 എത്രയാണോ അറിയാം. എന്തുകൊണ്ട് അതൊന്നൊരു പ്രശ്നമല്ല. പ്രോസിക്യൂട്ടർ മുന്നിൽ, പോലീസുകാര്, അസിസ്റ്റന്റ് പോലീസുകാരും, ചിലപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും, ഞാനും പുറകിൽ കേട്ടാ. അപ്പൊ ആ കേസില് ഒരു വിഷയം പറഞ്ഞ് ജഡ്ജിയും പ്രോസിക്യൂട്ടറും എന്തോ കാര്യം പറഞ്ഞ് തർക്കത്തിലായിരുന്നു. തർക്കം എന്ന് വെച്ചാൽ അതാണല്ലോ, എന്തായാലും ഡിസ്പ്യൂട്ട് ഉണ്ടാവും. ഉടനെ തന്നെ ഇദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഡാ എന്ന് വിളിച്ചിട്ടുണ്ട്. എന്താടാന്ന് വിളിച്ചിട്ട് വരികയാണ്. ഞാനിത് കണ്ടിട്ട് ആർക്കും കാണുന്നില്ല. രാമള്ള സാറാണ് വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് സാർ ഇന്റർഫിയർ ചെയ്യുന്നത്. രാമള്ള സാറിന് കാണാൻ കഴിയില്ല, അദ്ദേഹത്തിന്റെ പുറകിൽ കൂടെയാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, താൻ എന്താണ് ഈ കാണിക്കണ? ഇത് കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്, താൻ എന്താ ചെയ്യുന്നത്? പണ്ട് ഞാൻ ഇദ്ദേഹത്തിനോട് താൻ പോയി തന്റെ സ്ഥലത്തിരിക്കും എന്ന് പറയാം. സാറും കാണില്ല ഇതെന്താണ്. ഞാൻ അങ്ങനെ അന്ന് ഇടയിൽ ഇരുന്നില്ലായിരുന്നെങ്കിൽ ഒരു അടി അവർ കൊടുക്കും പ്രോസിക്യൂട്ടർക്ക്. ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ട് ഇത്തരം ധൈര്യം അവർക്ക് ഉണ്ടാകുമോ ആ കോടതിയിൽ നിന്നുള്ളതാണ്. പിന്നെ അയാൾ ആ കോടതിയിൽ ഇരുത്താൻ. അപ്പൊ അതിനുശേഷം മാഡം എന്തോ എഴുതിക്കൊണ്ടിരിക്കുക. മാഡം പെട്ടെന്ന് ചോദിച്ചു, എന്താ കാര്യം? ഇന്ന സംഭവം ഉണ്ടായെന്ന് പറയാം. അപ്പൊ കോടതി എന്ത് തീരുമാനം എടുക്കണം? മേലാൽ സുജേഷ് മേനോൻ ഈ കോടതിയിൽ വരാൻ പാടില്ല. അതല്ലേ ഡയറക്ഷൻ ഉണ്ടാവണ്ടേ? ഉണ്ടായോ? എനിക്കുള്ള പ്രശ്നങ്ങൾ അതാണ്. ഞാൻ ജഡ്ജിനെ കുറിച്ചും പറയില്ല, ജഡ്ജിയെ കുറിച്ചും പറയില്ല. കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ട ഫെയർനെസ്, ഈ ഏതാണ്ടും അമ്മാവന്റെ വീട്ടിൽ ചെന്നിരിക്കുന്ന പോലെയാണ് 8ാം പ്രതിയുടെ വക്കീലന്മാരും എല്ലാവരും അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. പല പ്രാവശ്യം ഞങ്ങളുടെ പ്രോസിക്യൂട്ടർ പറഞ്ഞു, എന്തിനാണ് എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. അപമാനിച്ച് കണ്ണ് നിറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോന്നിട്ടുണ്ട്. മനസ്സിലായ? അപ്പോഴും ഞാൻ സാറിനോട് പറയും, സാറേ ഇട്ടിട്ട് പോകല്ലേ സാറേ. അപ്പൊ എന്നോട് പറയും, ഇനി ഞാൻ ഇട്ടിട്ട് പോകില്ല, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതാണ് പറയാം, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇട്ടിട്ട് പോകില്ല. അദ്ദേഹത്തിന് ഡെയിലി വേറെ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എല്ലാ മർഡർ കേസും അദ്ദേഹം തിരിച്ചു കൊടുത്തു. വാങ്ങിയ അഡ്വാൻസ് 1 കോടി രൂപയോളം തിരിച്ചു കൊടുത്തു. ആർക്കറിയാതൊക്കെ? എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തിയത്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം സാറ് കോടതിയിൽ പറയുക തന്നെ ചെയ്തു, എന്നെ എത്രമാത്രം നിങ്ങൾ വേദനിപ്പിച്ചാലും, എന്നെ എത്രമാത്രം അപമാനിച്ചാലും ഈ ട്രയൽ പൂർത്തീകരിക്കാതെ ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല എന്ന് പറയുക. തിരിച്ചു വന്നപ്പോ സാറിന്റെ കയ്യിൽ ഞാൻ ഒരു മുത്തം കൊടുത്തു. കാരണം എനിക്ക് വേറെ ഒന്നും വഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും 10-25 വർഷം പ്രാക്ടീസുള്ള അഡ്വക്കേറ്റാ. അവിടെ ചെന്നിരുന്ന് ഞാൻ ഇത് എഴുതേണ്ട ആവശ്യം എനിക്കില്ല. കാരണം എന്താ, എന്റെ ജൂനിയറിനെ പറഞ്ഞു വിട്ടാൽ മതി. സാർ പക്ഷെ എന്ത് സമ്മതിക്കൂല. ഞാനില്ല എങ്കിൽ പിന്നെ സാറിനെ തല കീഴെ പിടിക്കും. അതുകൊണ്ടാ, മനസ്സിലായ? വിറ്റ്നസ് ഇല്ലല്ലോ. പിന്നെ ഈ അനുഭവം കൊണ്ട് ഒരൊറ്റ കാര്യം ജഡ്ജിമെന്റിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതൊന്നും തോൽവിയല്ല, ജയിച്ചത് നമ്മൾ തന്നെയാണ്. അത് എല്ലാവരും മനസ്സിലാക്കണം. എന്താന്നറിയാമോ? ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുത്തു.
സൗമ്യ കേസിൽ ഐ വിറ്റ്നസ് ഉണ്ടാ വിജയ? ഷെർലി വാസു മാഡം, തർക്കങ്ങൾ എന്തോ ഉണ്ട്, അവിടെ നിൽക്കണേ. മാഡത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണുള്ളത്. ഐ വിറ്റ്നസ് ഇല്ല. 302 കണ്ടെത്തിയെന്ന് വിചാരിക്കുക, ഡെത്ത് കൊടുത്തു എന്ന് വിചാരിക്കും, അവന്റെ ജീവൻ പെട്ടെന്ന് പോകും, തീർന്നു അല്ലെ? 376 അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ എത്ര? ശിക്ഷ എന്താ? മരണം വരെ ഏകാന്ത തടവ് അല്ലേ? നിങ്ങൾ ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞു ഇയാൾ സബ് ജയിലിൽ ചെന്ന് മട്ടനും ഇതൊക്കെ അടിച്ച് സുന്ദരനായിരുന്നല്ലേ നമ്മൾ പറഞ്ഞത്. ജയിലിൽ ചാടിയപ്പോ അയാളുടെ കോലം എന്തായിരുന്നു? ഒരു കാര്യം കണ്ടെത്തിയില്ലേ കോടതി? അതിക്രൂരമായ ഈ റേപ്പ്, പിച്ചിച്ചിന്തിയ റേപ്പ് നടന്നുവെന്നും അത് നടത്തിയത് ഇന്ന ആളുകളാണെന്നും അത് പൾസർ സുനിയാണെന്നും കണ്ടെത്തിയില്ലേ കോടതി? അങ്ങനെ വരുമ്പോ മാക്സിമം പണിഷ്മെന്റ് എന്തുകൊണ്ട് അയാൾക്ക് കൊടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് കോടതി തൃശ്ശൂർക്കാരോട് മറുപടി പറയണം. അവരുടെ പ്രായം, ആ സൂര്യനെല്ലി കേസിന്റെ ജഡ്ജ്മെന്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ഒരു പെൺകുട്ടി ജീവിതകാലം മുഴുവൻ മരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയെ ഒരു നിമിഷം പരിഗണിച്ചിരുന്നുവെങ്കിൽ അവരുടെ പ്രായം അവർ പരിഗണിക്കുമായിരുന്നു. പ്രതികളുടെ പ്രായം, പ്രതികളുടെ ഭാര്യ, പ്രതികളുടെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഞാനത് പറയുന്നില്ല. ഇത് ന്യായമോ അന്യായമോ എന്ന് പറയേണ്ടത് നിങ്ങൾ എല്ലാവരും ജഡ്ജ്മെന്റ് വായിച്ചു നോക്കണം. ജഡ്ജ്മെന്റ് വായിച്ചു നോക്കുമ്പോ ആദ്യമൊക്കെ നിങ്ങൾക്ക് പിടികിട്ടില്ല. പക്ഷെ അതിൽ പ്രോസിക്യൂഷൻ എത്ര തെളിവുകൾ കോൺസ്പിറസിക്ക് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കോൺസ്പിറസിയുടെ പ്രത്യേകത എന്താ? രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാക്കുന്ന രഹസ്യമായ ഒരു ഏർപ്പാട്. ആ ഏർപ്പാടിൽ ഈ രണ്ട് വ്യക്തികളിൽ ആരെങ്കിലും ഒരാളല്ലാതെ പറഞ്ഞില്ലെങ്കിൽ തെളിവ് നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. കോൺസ്പിറസിയിൽ ശിക്ഷിക്കില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. പക്ഷേ സാഹചര്യ തെളിവുകൾ കിട്ടിയാൽ അതിന് ഡയമണ്ടിന്റെ വിലയാണ്. മനസ്സിലായ? ഏറ്റവും വലിയ സാഹചര്യ തെളിവുകൾ കിട്ടിയിരിക്കുന്നത് ജഡ്ജ്മെന്റ് വായിച്ചവർക്കറിയാം. അത് ബാലചന്ദ്രകുമാറിൽ നിന്നും അതുപോലെ തന്നെ ഈ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ നടത്തിയ അന്ന് കോടതിയിൽ ഫോൺ ഹാജരാക്കിയപ്പോൾ അതിൽ നിന്ന് റിട്രീവ് ചെയ്തിട്ടുള്ള തെളിവുകളിൽ നിന്ന് തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് പറയാൻ? കണ്ടില്ല പോരാ. വിജയകുമാരിനെയാ ഏതാണ്ട് ലക്ഷ്മിനെയാ ഏതെങ്കിലും ജഡ്ജിക്കാൻ അവകാശമുണ്ടോ? ഇൻവെസ്റ്റിഗേഷനിൽ ലീഡ് ചെയ്യാൻ വിജയ? ഇൻവെസ്റ്റിഗേഷനിൽ ജഡ്ജിമാർക്ക് ഇടപെടാൻ പ്രയാസ ഉണ്ടോ? ഇങ്ങനെ അന്വേഷിച്ചിരുന്നെങ്കിൽ അങ്ങനെ കിട്ടുമായിരുന്നില്ല എന്ന് പറയേണ്ട കാര്യം ജഡ്ജിക്കില്ല. ജഡ്ജിക്ക് ജഡ്ജിയുടെ മുന്നിലുള്ള തെളിവുകൾ നോക്കുക മാത്രം ചെയ്താൽ മതി. ഇതൊക്കെ പ്രതികൾ പറയുന്ന കാര്യമാണ്. ഞങ്ങൾ ആത്മാർത്ഥമായി പണിയെടുത്തു. ആ ആത്മാർത്ഥമായി പണിയെടുത്തതിന്റെ റിസൾട്ട് എല്ലാ കാലവും അതിലുണ്ടാകും. മാറ്റൊന്നും കളയാൻ പറ്റില്ല. അതാണ് ഈ ട്രയൽ കോടതിയുടെ പ്രത്യേകത. മനസ്സിലായ? സൂര്യനെല്ലി കേസില് ഹൈക്കോടതി വെറുതെ വിട്ടാള് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി തിരിച്ചയച്ച് ഇവിടത്തെ ഹൈക്കോടതിക്ക് ശിക്ഷിക്കാൻ കഴിഞ്ഞത് ആ ട്രയൽ അങ്ങനെ നടന്നത് കൊണ്ട് തന്നെയാണ്. മനസ്സിലായ? ഇത് ഇന്ന് രാവിലെ എല്ലാ ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങോട്ട് പോരാൻ വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാള് ഏതോ വിദേശത്തു നിന്നാണ് എന്നെ വിളിച്ചത്. എല്ലാ ദിവസവും ആളുകൾ വിദേശത്തു നിന്നാണ് എന്നെ വിളിക്കുന്നത്. എല്ലാ ദിവസവും അവർക്ക് രാത്രി പകലാണല്ല, നമ്മൾ കിടന്നുറങ്ങാൻ പോണ സമയമായിരിക്കും. കണ്ണീരോടെ കേരളത്തിലെ സ്ത്രീകൾ, കണ്ണീരോടെ ലോകത്ത് മുഴുവനുള്ള മലയാളികൾ അവര് ചോദിക്കുന്ന ഒരു ചോദ്യം, സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള ആ ചോദ്യത്തിന് ജുഡീഷ്യറി മറുപടി പറയണം. ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾ എവിടെ പോകും? മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ട് അതേ ജഡ്ജി അന്വേഷിച്ച് അതേ ജഡ്ജിയുടെ കോടതിയിൽ വെച്ച് പകൽ 12 മണിക്ക് കണ്ടു എന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞിട്ടും ഒരു ശിക്ഷ പോലും നടപ്പിലാക്കാൻ നിങ്ങൾ
ആ കോടതിയെ വിശ്വസിച്ച് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ പരാജയമായി ജുഡീഷ്യറിയിൽ പോകാൻ കഴിയുമോ? അതിന്റെ സാമൂഹ്യ പ്രസക്തി അതാണ്. കേസ് ഇന്ന് ഇവിടെ തോറ്റാൽ അടുത്ത കോടതിയിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും, ഞങ്ങൾ അത് നേടുകയും ചെയ്യും. ആ ആത്മവിശ്വാസം അതിന്റെ എല്ലാ തെളിവുകളിലും ഞങ്ങൾക്കുണ്ട്. നല്ല വിവരമുള്ള, നല്ല കേൾക്കാൻ താല്പര്യമുള്ള, ഈ കാര്യങ്ങളോട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജഡ്ജിമാരിത് കേട്ടാൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള വിധി ഇനിയും ഉണ്ടാകും. എന്തായാലും ആരും അംഗീകരിക്കുന്നില്ല, ഒരുപക്ഷെ ജഡ്ജി പോലും അംഗീകരിക്കുന്നുണ്ടാവില്ല ഈ 20 വർഷത്തിന്റെ കഠിന തടവ് എന്ന് പറഞ്ഞത്. എന്താ അവന് കിട്ടാൻ പോകുന്നത്? കഠിനമൊന്നുമില്ല, തടവ്. എന്താ കിട്ടാൻ പോണത്? 8 വർഷം കിടന്നു വിജയം. 8 വർഷം അല്ലല്ലോ ജയിൽ കലണ്ടർ, 10 വർഷം. മനസ്സിലായില്ലേ? അല്ല ആശ, ജയിൽ കമ്മിറ്റിയിലല്ലേ നീ ഇപ്പൊ? അപ്പോ 10 വർഷം കഴിഞ്ഞു, ഇനി അയാൾ കിടക്കേണ്ടി വരാ ചിലപ്പോ വല്ല 7 വർഷമാണ്. കോടതി വിധിയിൽ അതിമനോഹരമായ ഒരു കാര്യം വിജയും ആശയൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് മോട്ടീവ്. ഇയാളുടെ 8ാം പ്രതിക്ക് മാത്രം മോട്ടീവ് ഉണ്ടായില്ല എന്ന് പറയണം. അപ്പൊ 8ാം പ്രതിയുടെ മോട്ടീവ് എന്ന് പറഞ്ഞിട്ട് കോടതി പറയുന്ന കാര്യങ്ങളിൽ ഒന്ന്, മഞ്ജു വാര്യരുടെ അടുത്ത് കാവ്യ മാധവനുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ ഈ വിക്ടിം PW1 പറഞ്ഞു എന്ന് പറയുന്നതാണ്. അതിന് നിരവധി സാക്ഷികളെ ഞങ്ങൾ ഹാജരാക്കി. നിങ്ങളിപ്പോ പറയുമ്പോൾ ചില ആളുകൾ പറയാം 20 സാക്ഷികൾ കൂറുമാറി. 261 സാക്ഷികളിൽ 20 പേര് കൂറുമാറി. ഈ കൂറുമാറിയർ ആരായിരുന്നു? ദിലീപിന്റെ ഭാര്യ, ദിലീപിന്റെ അനിയൻ, ദിലീപിന്റെ അളിയൻ, ദിലീപിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ഇപ്പോൾ 376 പ്രതിയായിട്ടുള്ള സിദ്ദിഖ്, ദിലീപിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ ഇടവേള ബാബു, പിന്നെ സിദ്ദിഖിന്റെ കാര്യം ഞാൻ പറയാം, 376 പ്രതി. അപ്പൊ അത്തരം ആളുകള് കൂറുമാറും. എങ്കിലും ചില കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസ് ചില ആളുകളെ സാക്ഷിയാക്കി ചേർക്കും. അതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ദർ ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എൻക്വയറി. മനസ്സിലായില്ല? അപ്പോ ഈ തെളിവുകളെല്ലാം പറഞ്ഞിട്ട് മേഡം പറയണത് ദർ ഇസ് നോ മോട്ടീവ്. എന്താ കാര്യം? മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ഡിവോഴ്സിന്റെ കാര്യം ഈ കാവ്യമാധവന് ഇദ്ദേഹവുമായി രാത്രി നടന്ന ചില ചാറ്റുമായി ബന്ധപ്പെട്ട, അത് ഭയങ്കര തമാശയാണ്. അതെങ്ങനെ കിട്ടിയെന്നുള്ളതേ, ഈ മഞ്ജു വാര്യരുടെ മൊബൈൽ നഷ്ടപ്പെട്ടു. അപ്പൊ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു മൊബൈൽ വേണം, നീ ഇപ്പൊ മൊബൈലൊന്നും മേടിക്കണ്ട, എൻ്റെ പഴയ മൊബൈൽ എടുത്തോളാൻ പറഞ്ഞു. വന്ന വഴി ആ മൊബൈലിൽ നിന്നാണ് മഞ്ജു ഈ കാര്യങ്ങൾ കാണുന്നത്. അങ്ങനെ അപ്പൊ പറയുന്ന മോട്ടീവില്ല. അത് അറിയാൻ വേണ്ടി ജയന്റെ വീട്ടിലേക്ക് മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും വന്ന സമയത്ത്, ഞാൻ ഇതൊക്കെ പറയുന്നത് ജഡ്ജ്മെന്റിനെ ഞാൻ വിമർശിക്കണില്ല കേട്ടാ, പ്രത്യേകം പറയാം. ഞാനൊരു ഫാക്റ്റ് പറയാണ്. അത് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ കാര്യവും കോടതിയിൽ ഇപ്പൊ ജഡ്ജ്മെന്റ് പുറത്തു വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ്. ഫെയർ ക്രിറ്റിസിസം നമുക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ ഫാക്റ്റ് ക്രിറ്റിസൈസ് ചെയ്യണ പോലുമില്ല. തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോ മഞ്ജു വാര്യര് കോടതിയിൽ വന്ന് പറഞ്ഞു ഇതാണ് കാരണം. ഗീതു മോഹൻദാസ് വന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനം PW1 എന്ന് പറഞ്ഞ ഞങ്ങളുടെ വിറ്റ്നസ് 376 കേസിൽ അതല്ലേ പ്രധാനം.
വന്നു പറഞ്ഞു. സാഹചര്യ തെളിവുകളെല്ലാം കൊടുത്തു. ഇതിൻ്റെ കാവ്യമാധവന്റെ അമ്മയെ വിളിച്ച് മഞ്ജു വാര്യർ സംസാരിച്ചിരുന്നു. ഈ കാര്യങ്ങൾ എല്ലാം പറഞ്ഞതിന് ശേഷം അതാണ് നമ്മുടെ മോട്ടീവ് എന്ന് പറയുന്നത്. ഈ പ്രതിക്ക് ഇദ്ദേഹത്തിനോട് ഉണ്ടാവാനായിട്ടുള്ള വൈരാഗ്യത്തിന്റെ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ കോടതി അതിൽ പറയുന്നത് ഈ A.H. എന്ന് പറയുന്ന പ്രതി ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിരുന്നു. വിജയ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണേ. ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തു. ആർക്കെതിരെ? എമ്മിനെതിരെ. പേര് പോട്ടെ, എമ്മിനെതിരെ കൊടുത്തു. ഡിവോഴ്സ് പെറ്റീഷന്റെ നോട്ടീസ് ഞാൻ അവസാനിപ്പിക്കണം, നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെല്ലാം. ഈ നോട്ടീസ് കിട്ടി കഴിഞ്ഞപ്പോ ഇത് ആരൊക്കെയോ ഇടപെട്ട് ആ പ്രശ്നം 13B എന്ന് വെച്ചാൽ ജോയിന്റ് ഡിവോഴ്സിലേക്ക് എത്തി. ആ ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനില് സ്പെസിഫിക്കലി എഴുതിയേക്കാണ് മറ്റേ ഡിവോഴ്സ് പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ആരോപണവും ഞാൻ വിഡ്രോ ചെയ്യുന്നു എന്ന്. അത് മാത്രമല്ല, ഞാൻ ആ പെറ്റീഷനും വിഡ്രോ ചെയ്യുന്നു. മനസ്സിലായ? അങ്ങനെ പറയുമ്പോ വിജയ പറയും, ആ പെറ്റീഷൻ എവിഡൻസിന് വാല്യൂ ഉണ്ടോ? 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 ഇല്ല. പക്ഷെ നമ്മുടെ മാഡം പറയണത് വെച്ചാല് അതേ ഞാൻ എവിഡൻസിൽ എടുക്കൂ എന്ന്. ജഡ്ജ്മെന്റിൽ അങ്ങനെയല്ലേ? അല്ല, മിനിമം കോമൺ സെൻസ്. ഞങ്ങൾ തോറ്റിട്ടില്ല, ഞങ്ങൾ തോറ്റിട്ടില്ല. നമ്മുടെ അതിജീവിതം വിജയിച്ചിരിക്കുകയാണ്. ലോകം മുഴുവനുള്ള മലയാളികൾ എന്നോട് വിളിച്ച്, മാഡം എത്ര പൈസ വേണം? ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്, ഞങ്ങളുടെ മക്കളുടെ കണ്ണീരുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലെ കണ്ണീരുണ്ട്, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. വേണം പൈസ. കാരണം ഇനിയുള്ള യുദ്ധം എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ ഈ CRPC പ്രകാരം ട്രയൽ കോടതിയിൽ വിക്ടിമിനുണ്ടായ പരിമിതി അപ്പീലിലില്ല. അപ്പീലിൽ വിക്ടിമിന് അപ്പീൽ കൊടുക്കാം. ഞാനൊരു പക്ഷെ വാദിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു സമാധാനെങ്കിലും ഉണ്ടായേനെ. കാരണം എന്താ പറയാ, അടുക്കളപ്പണിയാണ് മറ്റത്. മനസ്സിലായ? എല്ലാ ദിവസവും കണ്ണീരോടുകൂടിയാണ് കടന്നു പോകുന്നത്, എല്ലാ ദിവസവും. കാരണം അപമാന ഭാരത്താലാണ് ഞങ്ങൾ എല്ലാ ദിവസവും ആ കോടതിയിൽ നിന്ന് കടന്നു പോകുന്നത്. ഒന്നും മിണ്ടാണ്ട് ജഡ്ജി ഇരുന്നാൽ മതിയായിരുന്നു. ഞാൻ എത്രയോ ദിവസം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാം. ഒന്നും മിണ്ടാതിരുന്നൂടെ, ഒന്നും മിണ്ടാണ്ടിരുന്നൂടെ. ആദ്യത്തെ ദിവസം അജകുമാർ സാറ് ഹിയറിങ്ങിന് വേണ്ടി, കാരണം ഞങ്ങളുടെ ഒരു മാസം നീണ്ട അതികഠിനമായ പ്രവർത്തനത്തിന് ശേഷം ഹിയറിങ്ങിന് തയ്യാറായി അജകുമാർ സാറ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പൊ മാഡം ചോദിക്കുക, എത്ര ദിവസം വേണം ഹിയറിങ്ങിന്? അപ്പൊ സാറ് പറഞ്ഞു, എനിക്കൊരു 20 ദിവസം വേണം. കാരണം 2 ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ഞാനാണെങ്കിൽ 3ാമത്തെ സ്റ്റേജിൽ കയറി വന്ന ഒരു പ്രോസിക്യൂട്ടർ. എന്നെ കോടതിയും സഹായിക്കണം, കാരണം എനിക്ക് പലതും നേരിട്ടുള്ള അറിവില്ല. കോടതി പറഞ്ഞു, നോ 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 നോ, തരാൻ കഴിയില്ല, സുപ്രീം കോടതി പെട്ടെന്ന് തീർക്കേണ്ട കേസാണ്. ഓക്കെ. അപ്പൊ സാർ പറഞ്ഞു, ഒരു 15 ദിവസം. നോ 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 നോ, 10 ദിവസം വരും. സാറ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവരുടെയും കഴിഞ്ഞാൽ ചെയ്യാം എന്ന് പറയുക. സാർ അത് സമ്മതിച്ചു. വേറെ നിവൃത്തിയുണ്ടോ? ഇല്ല. രാമൻപിള്ള സാറ് എത്ര ദിവസമാണ് ഹിയറിംഗ് നടത്തിയത്? എത്രയോ ദിവസം. ഒരു വക്കീലാണേ, ബാക്കി എത്ര പ്രതികളുടെ വക്കീലന്മാരുണ്ട്? എന്തുകൊണ്ടാണ് പ്രോസിക്യൂട്ടറെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാതിരുന്നത്? ഒരു ഫെയർ ഹിയറിംഗ് കൊടുക്കാതിരുന്നത്? നമ്മൾ വേറൊന്നും പറയണില്ല. ഇത് ശരിയാണ്, കോടതികളാണ് ജഡ്ജ്മെന്റ് എഴുതുന്നത്. ആ കോടതികളുടെ ജഡ്ജ്മെന്റിനെതിരായിട്ട് നമുക്ക് അപ്പീൽ പോകാം. കോടതികളെ തെരുവിൽ വിചാരണ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല, സത്യം. പക്ഷേ ഫെയർ ഹിയറിംഗ് ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനമല്ലേ? ഈ കേസിന്റെ പ്രത്യേകത എന്താ? ഈ കേസിന്റെ പ്രത്യേകത എന്താ? ഒരു അതിർത്തി തർക്കമാണോ? ഒരു തല്ലു കേസാണോ? ലോകത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു ക്രിമിനൽ ഈ കൊട്ടേഷൻ കൊടുത്ത ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടി പാർത്തരാത്രി പിച്ച് ചിന്തിയ ഒരു കേസ്, ചരിത്രത്തിലില്ലാത്തൊരു കേസ്. ആ കേസിനെ ഒരു കോടതി സമീപിക്കുമ്പോൾ ഈ കോടതികളുടെ സാമൂഹ്യ ഉത്തരവാദിത്തത്തെ കുറിച്ച് നല്ല ബോധ്യമുണ്ടാവണം, അല്ലേ?
കോടതികൾക്ക് അവകാശമുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ വിമർശിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞു അതിജീവിതമാരെ കോടതിയിൽ ഒരിക്കലും അപമാനിക്കരുതെന്ന്. ഞാൻ എന്തിനാണ് എല്ലാ ദിവസവും കരഞ്ഞിട്ടിറങ്ങിപ്പോന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഞാൻ അതിജീവിതയായി മാറിയ എത്രയോ ദിവസങ്ങളായിരുന്നു അത്. നിങ്ങൾക്കത് മനസ്സിലാവില്ല. അതിജീവിതയായി മാറിയ ഒരു വക്കീൽ, എന്നിട്ട് ഈ പറയുന്നതെല്ലാം അപമാനകരമായതെല്ലാം ഞാൻ ഒരിക്കൽ പോലും അവരോട് പറഞ്ഞിട്ടില്ല. ജയനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, രാജേഷിനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതെല്ലാം സഹിച്ച് പിറ്റേന്ന് വീണ്ടും നമ്മൾ പോവുകയാണ്. ഞാൻ സാറിനോടൊരു ഘട്ടത്തിൽ പറഞ്ഞു, സാർ ഇത് സമ്മതിക്കാൻ പാടില്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ കൂട്ടിക്കെത്തി നിർത്തിയിട്ട്, അദ്ദേഹം ഒരു നല്ല സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, ബൈജു പാലോസ്. കൂട്ടിക്കെത്തി നിർത്തിയിട്ട് അതിഭാഗം വക്കീല് കള്ളൻ കള്ളൻ അസത്യം മാത്രം പറയുന്നവൻ എന്ന് കോടതിയിൽ പറയുമ്പോ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരു ഡിവൈഎസ്പി ആണ്. അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന ഡിഗ്നിറ്റി എന്താണ്? അദ്ദേഹത്തിന് അങ്ങനെ അപമാനിക്കാൻ ഒരു പ്രതിയുടെ വക്കീലിനെ കോടതി അനുവദിക്കാൻ പാടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം. എന്തുമായിക്കോട്ടെ, ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ പാളിച്ചുണ്ടാവാം, പ്രോസിക്യൂഷനിൽ പാളിച്ചുണ്ടാവാം. പ്രതി അതിന്റെ ഉള്ളിൽ നിന്ന് എന്താ പറയാ വിജയ, അതായത് സംശയരഹിതമായി തെളിയിക്കണം പ്രോസിക്യൂഷൻ, അല്ലെ? പണി ഭയങ്കരമാണ് നമ്മൾക്ക്. മറ്റവർക്ക് എന്താ, സംശയത്തിന്റെ ചെറിയ ആനുകൂല്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. നമ്മുടെ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിലെ ഏറ്റവും വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ്, എല്ലാ കേസിനെ കാണുന്ന പോലെ ഈ കേസിനെ കാണാൻ പാടുണ്ടോ? ഇത് ഈ സമൂഹത്തിന് നൽകുന്ന ആഘാതം എത്രയാണ്? എന്തിനാണ് അമേരിക്കയിലിരിക്കുന്ന, ഇംഗ്ലണ്ടിലിരിക്കുന്ന, അയർലൻഡിലിരിക്കുന്ന മനുഷ്യൻ എന്നെ വിളിച്ച് കരയണത് എന്തിനാണ്? സത്യത്തിൽ അവരും അറിയണില്ല. ഇത് കരച്ചിലേക്കുമ്പോ എനിക്കും കരച്ചിൽ വരൂലേ? അവരെന്തിനാ കരയണത്? ഇത്ര ദിവസമായി ആളുകൾക്ക് കരച്ചിൽ നിർത്താൻ കഴിഞ്ഞിട്ടില്ല, മനോവേദന നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തെ സ്ത്രീകൾക്ക് ആർക്കും മാപ്പ് കൊടുക്കാനും പറ്റില്ലാത്ത അവസ്ഥ. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ ഫൈറ്റ് ചെയ്യും. നമ്മൾ നിയമവഴിയിലൂടെ തന്നെയല്ലേ പോകുന്നത്. ഈ രാജ്യത്തെ ഏറ്റവും നല്ല ക്രിമിനൽ ലോയറിനെ തന്നെ കൊണ്ടുവന്ന് അതിജീവിതയ്ക്ക് വേണ്ടി അപ്പീൽ ഫയൽ ചെയ്ത് നമ്മൾ ഈ കേസ് വാദിക്കുക തന്നെ വേണം. നമ്മുടെ അതിജീവിതയ്ക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടതിന്, ഏതൊരു ഇത്ര വലിയ പണക്കാരനാണെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ പോരാടുമ്പോൾ അവർക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. തീർച്ചയായിട്ടും ആശ നിങ്ങൾ മുൻകൈ എടുത്ത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് തന്നെ ആ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള സുപ്രീം കോടതി എന്ന വക്കീലിനെ കൊണ്ടുവന്ന് അത് ചെയ്യിക്കാനുള്ള കരുത്ത്, ആ സാമ്പത്തികമായ കരുത്ത് അവർക്ക് കൊടുക്കണം. ഒന്ന്. രണ്ടാമത്, ഇന്ന് നിങ്ങൾക്കറിയാമോ, ഞാൻ തൃശ്ശൂർ കോടതിയിൽ വന്നൊരു കാര്യം ഞാൻ എന്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു തുടർച്ചയായി. ഞാനത് പിന്നെ എഴുതുന്നത് ശരിയല്ലല്ലോ. ഞാൻ ആറ്റിങ്ങൽ മിനിയാന്ന് ഒരു കേസിന് വേണ്ടി പോയി. എല്ലാ വക്കീലന്മാരും എന്നോട് പറഞ്ഞു, അത് യൂത്താണ്. അവര് വന്ന് പറഞ്ഞു, മാഡം എന്ത് വേണം ഞങ്ങളെ കൊണ്ട്? ഞങ്ങൾ ഇന്നിപ്പോ ലോകത്ത് എവിടെ ഇരുന്നാലും ആശയവിനിമയത്തിനോ ഡിസ്കഷനോ ഒരു പ്രശ്നവുമില്ല. അവർ ജൂനിയേഴ്സിന്റെ ടീം തന്നെ അതിന് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാൻ തയ്യാറാണ്. സ്റ്റഡി ചെയ്യാൻ, ഈ മാറ്റർ പഠിക്കാൻ, വരുന്ന അഡ്വക്കേറ്റ്സിനെ സഹായിക്കാൻ, അവർക്ക് വേണ്ടി എന്ത് തരത്തിലുള്ള നിയമത്തിന്റെ ഏത് തരത്തിലുള്ള ഒരു റിസർച്ച് നടത്താൻ അവർ തയ്യാറാണ്. നിങ്ങൾ ഓർക്കണം, ഞാനിത് ഏറ്റെടുക്കുമ്പോൾ ഒരാൾ പോലും ഇല്ലാതിരുന്ന ഈ 2.5 വർഷം ഒറ്റയ്ക്ക് പോയിരുന്ന ഞാൻ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന സന്തോഷത്തിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. ഇത്ര അധികം നേരം എന്നെ ശ്രമിച്ച് നിങ്ങൾ നിന്നു. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിച്ചിരി കൂടി പോകും. അതുകൊണ്ട് താഴ്മയോടെ നിങ്ങൾക്ക് നമസ്കാരം.